പകലിൽ നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാൻ ദൈവം തന്ന നല്ല ഭാഗ്യത്തിനായി അവസരത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഇന്ന് പകലിൽ ഇവിടെ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ഈ യോഗത്തിലേക്ക് ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ലൈവിലൂടെ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. വായിക്കാം. 1 കൊരിന്ത്യർ ലേഖനം 16-ാം അധ്യായം അതിൻ്റെ 13-14 വാക്യങ്ങൾ. 1 കൊരിന്ത്യർ ലേഖനം 16-ാം അധ്യായം അതിൻ്റെ 13-14 വാക്യങ്ങൾ. നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യുവിൻ. നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യുവിൻ. വളരെ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. വളരെ വേഗതയിൽ ഞാനിത് സംസാരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർ ലേഖനത്തിൽ താൻ പറയുക, ലോകവ്യാപകമായ വളരെയധികം വ്യാപാരം നടക്കുന്ന, ധാർമ്മിക അധപ്പതിച്ച് കിടക്കുന്ന കൊരിന്ത്യ പട്ടണം, ആ പട്ടണത്തിനകത്ത് അപ്പോസ്തലനായ പൗലോസിന് ദൈവം കൊടുത്ത ദർശനപ്രകാരം അവനൊരു സഭയ്ക്ക് തുടക്കമിടുകയാണ്. ആ തുടക്കമിട്ടത് അധാർമികത നിറഞ്ഞു നിൽക്കുന്ന കൊരിന്ത്യ പട്ടണത്തിനകത്താണ്. വിഗ്രഹാരാധനയ്ക്ക് കൊടികുത്തി നിൽക്കുന്ന ആ പട്ടണത്തിനകത്താണ് പരിശുദ്ധാത്മ നിയോഗിതനായി പൗലോസ് അവിടെ സഭ സ്ഥാപിക്കുന്നത്. കാലഘട്ടം മാറിയപ്പോൾ, പൗലോസ് അവിടെ നിന്ന് മാറിയപ്പോൾ സഭയ്ക്കകത്തേക്ക് വീണ്ടും അധാർമികത കയറുകയാണ്. അവിടേക്ക് വീണ്ടും ലോകത്തിൻ്റെ ചലനങ്ങൾ സഭയ്ക്കകത്തേക്ക് കടന്നു വരുമ്പോൾ അവിടെ ഇരിക്കുന്ന വിടുതൽ പ്രാപിക്കേണ്ട കുറച്ച് പേർ പൗലോസിനോട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു. ഞങ്ങൾ എന്തു ചെയ്യണം? ഞങ്ങൾ എങ്ങനെ ഇതിനെ തരണം ചെയ്യണം? അവിടെ നടക്കുന്ന പല കൂത്തുകാഴ്ചകളും ലോക ജനതയേക്കാൾ അക്രമത്തിലേക്ക് കഴിഞ്ഞാടുമ്പോൾ പൗലോസ് അത് കേട്ടിട്ട് അവർക്ക് ലേഖനം എഴുതിയ, കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം തൊട്ട് എഴുതി അവരുടെ ഓരോ കാര്യങ്ങളെ പറഞ്ഞ് ബുദ്ധി ഉപദേശി വന്നിട്ട് 16-ാം അധ്യായം എത്തുമ്പോൾ അവിടെ ഇപ്രകാരം വായിക്കുന്നത്, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. വിശുദ്ധന്മാർക്ക് വേണ്ടി യെരൂശലേമിൽ കഷ്ടം അനുഭവിക്കുന്ന ചിലർക്ക് വേണ്ടി ഒരു ധർമ്മശേഖരണം നടത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ നിങ്ങളത് ശേഖരിക്കാൻ നിൽക്കാതെ ഞാൻ വരുന്നതിന് മുമ്പായിട്ട് നിങ്ങളത് എന്ത് ചെയ്യണം? ശേഖരിക്കണം. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ തോറും നിങ്ങളതെന്ത് ചെയ്യണം? ശേഖരിക്കണം. കാരണം യെരൂശലേമിൽ കഷ്ടത അനുഭവിക്കുന്ന, ദൈവജനത്തിന് വേണ്ടി ദൈവത്തിന് വേണ്ടി കഷ്ടത അനുഭവിക്കുന്ന ഒരു പറ്റം ദൈവജനം യെരൂശലേമിൽ പാർക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി ഒരു ധനസമാഹരണം നിങ്ങൾ നടത്തണം. അത് നിങ്ങൾക്ക് കഴിയുന്നത് പോലെ എന്ത് ചെയ്യണം. ഇതൊക്കെ പറഞ്ഞ് അങ്ങോട്ട് വന്നേച്ച് തിമോഥെയോസിനെ പറ്റിയൊക്കെ പറഞ്ഞ് അങ്ങോട്ട് വന്നിട്ട് പെട്ടെന്ന് താൻ പറഞ്ഞ പദം ഒന്ന് പെട്ടെന്ന് ചേഞ്ച് ചെയ്തിട്ട് 13-ാമത്തെ വാക്യം ഒരിക്കൽ കൂടെ വായിക്കുന്നു. നിങ്ങൾ എന്ത് ചെയ്യണം? ഉണർന്നിരുന്നു കൊള്ളണം. ചോദ്യം, അതുവരെയും സഭ എന്ത് ചെയ്യുമായിരുന്നു? ഉണർന്നില്ലായിരുന്നോ? ദൈവാത്മ നിയോഗിതനായ പൗലോസ് സ്ഥാപിച്ച സഭയല്ലേ? ദൈവ സാന്നിധ്യം ഇറങ്ങിയ സഭയല്ലേ? പിന്നെ എന്തുകൊണ്ട് സഭ ഉറങ്ങുന്നതെന്ന് അപ്പോസ്തലൻ പറയുന്നു. എന്തുകൊണ്ട് ഉണർന്നിരിപ്പീൻ എന്ന് പറയണം? സഭയ്ക്കകത്തേക്ക് എപ്പോഴോ പാപമകത്തോട്ട് കയറി, സഭയ്ക്കകത്തേക്ക് എപ്പോഴോ ദൈവ്യാഗ്രഹം അകത്തോട്ട് കയറി, എപ്പോഴൊക്കെയോ സ്ഥാനമോഹങ്ങൾക്ക് വേണ്ടിയുള്ള ആ ഒരു ആഗ്രഹം അകത്തോട്ട് കയറി, സഭയ്ക്കകത്തോട്ട് കയറി. അന്ന് വരെ സഭയ്ക്ക് വെളിയിലിരുന്നതിനെ, ഹൃദയത്തിൽ നിന്ന് ആട്ടിപ്പായച്ച ചിലതിനെ വീണ്ടും സഭയ്ക്കകത്തേക്ക് അല്ലെ കുടുംബങ്ങൾക്കകത്തേക്ക് കയറുവാനിടയായി തീർന്നു. ഇന്ന് പകല് ദൈവസഭയോട് അവിടെ നിന്നുകൊണ്ട് ഒരു ദൂത് പറയുക, ഇന്ന് നീ മരിച്ചവനെ പോലെ ആണെങ്കിൽ അവിടെ നിന്ന് ഉണർന്നെഴുന്നേൽക്കേണ്ട ദിവസമാണ് ദൈവാത്മാവിൽ ഇന്ന് പകൽ വിളിച്ചു പറയുക. ഇന്നലകളിൽ രക്ഷിക്കപ്പെട്ട നാളുകളിൽ, തിരഞ്ഞെടുക്കപ്പെട്ട നാളുകളിൽ, ഉപവാസമെടുത്ത നാളുകളിൽ അതെല്ലാം വിട്ടുകളഞ്ഞിട്ട്, ലോകത്തിന്റെ സ്നേഹം വിട്ടുകളഞ്ഞിട്ട് ദൈവസ്നേഹത്തോടെ തിരഞ്ഞെടുത്ത് മുൻപോട്ട് യാത്ര തിരിച്ചിട്ട് ലക്ഷ്യമെത്താതെ പോകുന്നുണ്ടെങ്കിൽ ഇന്ന് പകലിൽ അതിനെ ഒന്ന് മാറ്റിവെച്ചിട്ട് കർത്താവിനോട് പറയണം, കർത്താവേ ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാ, ഇന്ന് പകലിൽ എന്നെ ഒന്ന് ഉണർത്തണമേ. കൊരിന്ത്യ സഭയ്ക്കകത്ത് ശക്തമായ ദൈവപ്രവർത്തികളൊക്കെ നടന്നുകൊണ്ടിരുന്നതാണ്. പക്ഷെ എപ്പോഴൊക്കെയോ അവരുടെ ഇടയിലേക്ക് പിന്നെയും ഭിന്നതയുടെയും അസൂയയുടെയും ആത്മാവ് കയറി വന്നപ്പോൾ, ദൈവ്യാഗ്രഹത്തിന്റെ ആത്മാവ് കയറിയപ്പോൾ, അധാർമികതയുടെ ആത്മാവ് കയറിയപ്പോൾ സഭ മുൻപോട്ട് പോകുവാൻ കഴിയാത്ത രീതിയിൽ തളർത്തപ്പെട്ടവരായി മാറി. അന്നേരം ഒരു അഭിഷിക്തൻ അവിടെ നിന്ന് ലേഖനം എഴുതുകയും അവരെ ഉണർത്തേണ്ടത്, അല്ലയോ കൊരിന്ത്യരെ,
നിങ്ങൾ ഉണർന്നെഴുന്നേൽക്കേണ്ട സമയമായി ഇന്ന് പകലിൽ. ദൈവസഭയോട് ഇന്ന് പകലിൽ ദൈവാത്മാവിൽ വിളിച്ചു പറയുക, എവിടെയൊക്കെയോ ഉറക്കമായിട്ടുണ്ടെങ്കിൽ, എവിടെയൊക്കെയോ ആത്മീക ഉറക്കങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവിൽ നിങ്ങളോട് ബുദ്ധി ഉപദേശിക്കുക, അവിടെ നിന്ന് ഇന്ന് പകലിൽ ഒന്ന് ഉണർന്നെഴുന്നേൽക്കട്ടെ. ഉണർന്നാൽ മാത്രം പോരാ കേട്ടോ. ഉണർന്ന അടുത്ത സ്റ്റെപ്പുണ്ട്. വിശ്വാസത്തിൽ നിലനിൽക്കണം. വിശ്വാസത്തിൽ നിലനിൽക്കണം. ഇറങ്ങി തിരിച്ചപ്പോൾ ഭയങ്കര വിശ്വാസമായിരുന്നല്ലേ. മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വന്ന ഇസ്രായേൽ ജനത്തിന് ഭയങ്കര വിശ്വാസമായിരുന്നു. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരുത്തനും മരിച്ചിട്ടില്ല. പക്ഷെ മിസ്രൈമിലുള്ള സകല എണ്ണം ആദിജാതനൊക്കെ മരിക്കുമ്പോൾ ഞങ്ങളെ മാത്രം സംരക്ഷിച്ച ഒരു കർത്താവിൻ്റെ കാര്യം ഞങ്ങളുടെ കൂടെയുണ്ട്. ഞങ്ങളെ നയിക്കുവാൻ മോശ എന്ന ഒരുവനുണ്ട്. പക്ഷെ ചെങ്കടലിൻ്റെ മുമ്പിലെത്തിയപ്പോൾ ദാണ്ട കിടക്കുന്നു എല്ലാം കൂടെ. വിശ്വാസവും ഇല്ല, ഒന്നുമില്ലാത്ത ദൈവത്തെ പോലും ഇറങ്ങി തിരിച്ച നാളുകളുണ്ടായി. വിശ്വാസം പോലും കൈമുതലില്ലാതെ മോശയ്ക്കും അവൻ ദൈവത്തിനും എതിരായി നിന്ന് പ്രവചിക്കും, അവർക്കെതിരായിട്ട് നിന്ന് സംസാരിക്കുമ്പോൾ ഇന്ന് പകലിൽ നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. ഇന്ന് പകലിൽ എവിടെയെങ്കിലുമൊക്കെ മുറുമുറുപ്പിന്റെ അവിശ്വാസത്തിന്റെ വാക്കുകൾ നമ്മിൽ നിന്ന് വന്നിട്ടുണ്ടോ? വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ കഴിയാതെ ആയിട്ടുണ്ടോ? എങ്കിൽ ഇന്ന് പകലിൽ ആത്മാവിൽ വിളിച്ചു പറയുക, ഒരു മടങ്ങി വരവ് സഭയെ, വ്യക്തികളെ ഇന്ന് പകലിൽ ദൈവാത്മാവിൽ നിങ്ങളോട് വിളിച്ചു പറയുകയാണ്. നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം, നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നാം എവിടെ നിൽക്കുന്നു? ലോകം എവിടെ നിൽക്കുന്നു? കൊരിന്ത്യരെ പോലെ നാമും ഉറങ്ങപ്പെട്ടുകൊണ്ടിരിക്കുകയാണോ? ദൈവം വിളിച്ച വിളിക്കൊത്തവണ്ണം പോകുവാൻ കഴിയാതെ എപ്പോഴെങ്കിലും ഉറക്കത്തിലേക്ക് വഴുതി വീണക്കൊണ്ടിരിക്കുകയാണോ? ഞാൻ പറഞ്ഞത് ഭൗതികമായ ഉറക്കമല്ല കേട്ടോ, ആത്മീക ഉറക്കം. ആത്മീക മന്ദത ഭാവിക്കുന്നുണ്ടോ? ഇന്ന് പകലിൽ ദൈവാത്മാവിൻ നിങ്ങളോട് ഈ വചനത്തിൽ നിന്നുകൊണ്ട് വിളിച്ചു പറയുക, അവിടെ നിന്ന് ഉണർന്നിരിക്കേണ്ടത് വളരെ 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 അത്യാവശ്യമാണ്. അപ്പോൾ ഒരു ചോദ്യം ചോദിക്കാൻ സാധ്യതയുണ്ട്, പാസ്റ്ററേ ഉണർന്നിരിക്കണം എന്നൊക്കെ പറഞ്ഞു 24 മണിക്കൂർ ഉണർന്നിരുന്നിട്ട് ഇപ്പം എന്നാ കാണിക്കാനാ, എന്നാ ചെയ്യാനാ? സത്യമല്ലേ? ചോദ്യം യാഥാർത്ഥ്യമാ. വായിക്കാം, യോനയുടെ പുസ്തകം 1-ാം അധ്യായം 6-ാമത്തെ വാക്യം. കപ്പൽ പ്രമാണി അടുക്കൽ വന്ന് നീ ഉറങ്ങുന്നതെന്ത്? എഴുന്നേറ്റ് നിന്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക. അടുത്തത്, നാം നശിച്ചു പോകാതിരിക്കേണ്ടതിന് ദൈവം പക്ഷേ നമ്മെ കടാക്ഷിക്കും. ഒന്ന് നോക്കിക്കേ, ദൈവശബ്ദം കേട്ട് ദൈവം അവനോട് സംസാരിച്ച് ആ സംസാരം കേട്ട് പോകാൻ മനസ്സ് കാണിച്ചൊരു വ്യക്തിയാണ്. പക്ഷെ പോയത് എവിടോട്ടാ? പുള്ളിയുടെ ഇഷ്ടപ്രകാരം. ദൈവം പറഞ്ഞോടത്തോട്ടൊന്നും പോകാൻ പുള്ളിക്ക് മെനക്കെട്ടില്ല. ഒന്നും കൂടെ പറയാം മനസ്സിലാകുന്ന ഭാഷയിൽ. തൻ്റെ ഭവനത്തിലിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവനോട് പറഞ്ഞു പോകാൻ. പോയി അതിന് വിരോധമായി സംസാരിക്കുക, ആ പട്ടണത്തിന് വിരോധമായി സംസാരിക്കുക എന്ന് പറയുന്നു. അത് കേട്ട യോന പെട്ടിയും പ്രമാണമൊക്കെ എടുത്ത് അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി. പക്ഷെ ഇറങ്ങി ഇങ്ങോട്ട് വന്നപ്പോൾ പുള്ളിക്ക് അടുത്ത ദൂത് എവിടെ? പുള്ളിയുടെ സ്വന്തം ഇഷ്ടത്തിലുള്ള ദൂത്. എങ്ങോട്ട് പോകാൻ? ദൈവം പറഞ്ഞു കൊടുത്തോട്ട് പോകണ്ട, പകരം എവിടേക്ക് വേണോ? ഉണർന്നിരുന്നിട്ട് എന്താ കാര്യം? അവിടെ പറയുക, ദൈവത്തെ സേവിക്കാത്ത ഒരുത്തൻ പറയുക, വന്നിട്ട് പറയുക, ആരോടാ? ശുശ്രൂഷ ചെയ്യുന്ന ഒരുത്തനോട് പറയുക, എടാ നീ എന്തിനാ ഉറങ്ങുന്നേ? ഇവിടെ നശിച്ചു പോകാൻ നോക്കുകയാ. നീയെങ്കിലും ഉണർന്നിരുന്ന്, ഞങ്ങൾ ദൈവം നിലവിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, നീയെങ്കിലും എഴുന്നേറ്റിരുന്ന്. നമ്മുടെ ഭാഷയിൽ ഞാൻ അങ്ങ് പറയുവാണേ, ക്ഷമിച്ചേക്കണേ, എൻ്റെ ഭാവനയില. സഭയെ വന്ന നല്ല പാട്ടുണ്ട്, നല്ല കൈയടിയുണ്ട്. പാട്ടിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ റബ്ബർ പന്ത് പോലെ നിന്ന് ആരാധിക്കും. പക്ഷെ ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്നും മാറിയിട്ട്, ദൈവവചനത്തിൽ നിന്നും മാറിയിട്ട് അവനിപ്പോൾ കപ്പലിൻ്റെ അടിത്തട്ടിൽ സ്വന്തം ഇഷ്ടപ്രകാരം പോയി കിടന്നുറങ്ങുകയാണ്. ഇന്ന് പകലിൽ ആരോടൊക്കെയോ ദൈവാത്മാവിൽ ദൂത് വിളിച്ചു പറയുക, ദൈവം തിരഞ്ഞെടുത്ത തിരഞ്ഞെടുപ്പിന് ഒത്തവണ്ണം യാത്ര ചെയ്യുവാൻ കഴിയാതെ
ഇന്ന് പകൽ എവിടെയെങ്കിലുമൊക്കെ തനിക്ക് ഇഷ്ടമുള്ളതുപോലെ ബോധിച്ചതുപോലെ കിടന്നുപോയി ഉറങ്ങുന്നുണ്ടെങ്കിൽ നീ ഓർത്തുകൊള്ളണം, ഈശാനമൂലം നിനക്കെതിരെ ആഞ്ഞടിക്കാൻ തുടങ്ങുകയാണെന്ന്. ഇന്ന് പകൽ ആരൊക്കെയോ നിന്നോർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കൊണ്ട്, ഇടിവിൽ നിൽക്കുന്നത് കൊണ്ട് ഇന്ന് പകൽ പട്ടകം മുങ്ങാതെ ആരുടെക്ക് കണ്ണുനീരിന്റെ ഫലമാകട്ടോ ഇന്ന് പകൽ ഉണർന്നെഴുന്നേൽക്കുവാൻ, അടിത്തട്ടിൽ നിന്ന് ഉണർന്നെഴുന്നേൽക്കുവാൻ. നോക്കിക്കേ, അവിടെ അവൻ കിടക്കുകയാ അടിത്തട്ടിനകത്ത്, ആരും അറിയാതെ. എന്നെ വളരെയധികം ചിന്തിപ്പിച്ചൊരു ഭാഗം, കപ്പൽ പ്രമാണി വന്ന് അതൊക്കെ പറഞ്ഞ് എന്തൊരു വലിയ വിരോധാഭാസം നോക്കിയേ. എടവേ നീ പ്രാർത്ഥിക്കുന്നൊക്കെ വേറെ ഒരുത്തൻ, അന്യജാതിക്കാരനായ ഒരുത്തൻ വന്ന് വിശ്വാസിയായ എന്നോട് പറയുകയാണെന്ന് ആലോചിച്ച് ഒരവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കണം. എന്തൊരു പരിതാപകരമായ അവസ്ഥയായിരിക്കും. പേരെന്തുവാ? വിശ്വാസി. പേരെന്തുവാ? പാസ്റ്റർ. പക്ഷെ ദൈവ വഴി വിട്ടുപോയേച്ച് ഇപ്പം എവിടെയാ കിടക്കുന്നത്? ഉറങ്ങുക, ആത്മീക ഉറക്കത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അന്നേരം ലോകത്തിൽ ഒരുത്തം വന്നിട്ട് എടോ നീ പാസ്റ്റർ ഇരുന്ന് പ്രാർത്ഥിക്കുക. ആ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക നിങ്ങൾ. എന്നെ ചിന്തിപ്പിച്ചത് അതിൻ്റെ 7-ാമത്തെ വാക്യത്തിൻ്റെ അവസാനം, നാം ചീട്ടിടുക എന്ന് തമ്മിൽ പറഞ്ഞു. അങ്ങനെ അവർ ചീട്ടിട്ടു. ചീട്ട് യോനായ്ക്ക് തന്നെ വന്ന് വീണു. ഒരവസ്ഥ ആലോചിച്ച് നോക്കണം. ഇതാരുടെ കുഴപ്പം കൊണ്ടാ വന്നതെന്ന് പറഞ്ഞിട്ട് ലോക ജനത ചീട്ടിട്ടപ്പം വിശ്വാസിയായ പാസ്റ്റർക്ക് തന്നെ പണി കിട്ടി. ഇതിൽ പരം എന്ത് അപമാനമായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. എന്നാൽ ഞാൻ പറയട്ടെ, ഞാൻ അതിനേക്കാൾ രസം തോന്നിയത് അതിൻ്റെ 11-12 വാക്യങ്ങളാണ്. ഇത് ഞങ്ങൾ ഇനി എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ തന്നെ ഒറ്റ പദത്തിൽ പറയണ്ടേ, ഇതിനൊക്കെ ഉത്തരവാദി ഞാനാ. പുള്ളിക്ക് വ്യക്തമായിട്ട് അറിയാം, ഇതിനൊക്കെ ഉത്തരവാദി ഞാനാ. എന്നെ അങ്ങ് പിടിച്ചു എന്ത് ചെയ്താൽ മതി? അവിടെ നിൽക്കാൻ സകലെണ്ണത്തിനും പേടിയാ. ഇവൻ ദൈവത്തിൻ്റെ ദാസനാണെന്ന് പറഞ്ഞപ്പോൾ അവർക്കൊക്കെ പേടിയാ. പക്ഷെ പുള്ളിക്ക് മാത്രം ഒരു പേടിയില്ല, ഒരു കുലുക്കുമില്ല. കാരണം എന്താ വെച്ചാൽ തെറ്റ് ചെയ്തേച്ചാൽ വന്നിരിക്കുന്നത് പുള്ളിക്ക് നന്നായിട്ട് അറിയാം. നമ്മുടെയൊക്കെ പ്രശ്നം അത് തന്നെയാണ്. നമ്മളാ ഇതിൻ്റെ കാരണക്കാരൻ. പാസ്റ്റർ ഇവിടെ നിന്ന് പറയും, അല്ലെങ്കിൽ ആരെങ്കിലും പറയും, ദൈവദാസന്മാർ വരുമ്പോൾ പറയും, അതെ ഈ ദിവസങ്ങളിൽ ഉണർന്ന് പ്രാർത്ഥിക്കണം കേട്ടോ, പ്രതിയോഗിയായ പിശാച് നിനക്കെതിരെ വാട കോരുന്നുണ്ട് എന്നൊക്കെ ദൂത് പറഞ്ഞു കഴിയുമ്പോഴത്തേനും പാസ്റ്റർ ആമേൻ സ്തോത്രം, ഇവിടെ നിന്ന് ഇറങ്ങി ആമേൻ പറഞ്ഞു വീട്ടിലോട്ട് എത്തുമ്പോഴേ അതുവരെ പ്രാർത്ഥിക്കാനൊക്കെ തയ്യാറെടുപ്പോടെയൊക്കെ ആയിരിക്കും. അത് നാളെ തൊട്ട് അങ്ങോട്ട് 21 ഇരുന്നിട്ടേ ഉള്ളൂ, 3 ഇരുന്നിട്ടേ ഉള്ളൂ, 7 ഇരുന്നിട്ടേ ഉള്ളൂ എന്നുള്ള വാശിയിലൊക്കെ ആയിരിക്കും സഭയിൽ നിന്ന് ഇറങ്ങുന്നത്. ഡോറ് തുറന്ന് വെളിയിലോട്ട് ഇറങ്ങുമ്പോഴത്തേന് ദാണ്ട കിടക്കുന്നത് പിന്നെയും പഴയതുപോലെ. പിന്നെ വീട്ടിലെത്തിക്കഴിഞ്ഞ പിന്നെ ഡ്യൂട്ടിയായി, പിള്ളേരായി, ഹസ്ബൻഡിൻ്റെ ജോലിയായി, തിരക്ക്, ബിസിയാണ്. ദൂത് കേട്ടപ്പോൾ എടുത്ത തീരുമാനം എവിടെ പോയി? 3 ഇരിക്കണോ, 7 ഇരിക്കണോ, 21 ഇരിക്കണോ? ഇന്ന് ഞാൻ പ്രാപിച്ച് പിടിച്ചു വെച്ച്, നമ്മുടെ പദവാ പറഞ്ഞേ, പിടിച്ചു വെച്ച് വാങ്ങിച്ചിട്ടേ ഞാൻ പോളും. ബൈബിൾ വചനം കൂടി ഉണ്ട്, ബലാൽക്കാരികൾ ബലാൽക്കാരണ സ്വർഗരാജ്യം അവകാശം. ഇന്ന് ഞാൻ ബലത്തോടെ എല്ലാം പറഞ്ഞ് ചവിട്ടി തൊഴിച്ച് ഇവിടെ നിന്ന് ഇറങ്ങും. ആശീർവാദം പറഞ്ഞ് വീട്ടിലെത്തുന്നതിന് മുമ്പ് ബലാൽക്കാരവും ഇല്ല, ഒന്നുമില്ല. പിന്നെ വീണ്ടും പഴയ പോലെ ഉറങ്ങാൻ പോവുകയാണ്. ഇനി അടുത്ത ഉപവാസ പ്രാർത്ഥന, അല്ലെങ്കിൽ അടുത്ത സഭായോഗം, അല്ലെങ്കിൽ അടുത്ത ദൈവവചന ശുശ്രൂഷ. പറഞ്ഞേ നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? പറഞ്ഞേ. നമ്മുടെയൊക്കെ എൻ്റെ അടക്കമുള്ള ജീവിതം ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പോകുവാനല്ല കർത്താവ് നമ്മെ തിരഞ്ഞെടുത്തത്. മറ്റൊരു പദവും കൂടെ പറയാം. ദൈവ ശബ്ദം കേട്ട് നിന്നെ വിളിച്ച് വേർതിരിച്ച് ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ഉണ്ട് എന്ന് പറഞ്ഞ് നിന്നെ കരത്തി പിടിച്ച് വെളി കൊണ്ടുവന്നിട്ട് നീ ഉറങ്ങാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ സ്വർഗത്തിൽ ദൈവം ഇന്ന് പകലിലും വിളിച്ചു പറയുക, നിന്നെ അവിടുന്ന് ലോക ജനതയുടെ മുമ്പിൽ കൂത്തുകാഴ്ചയാക്കിയിട്ടാണെങ്കിലും ശരി, നാണം കിടത്തിയിട്ടാണെങ്കിലും ശരി, നിന്നെ അവിടെ നിന്ന് പോക്കി ദൈവിക ശുശ്രൂഷ ചെയ്യിപ്പിക്കുന്ന ഒരു കർത്താവിനെയാണ് ഇന്ന് പകലിൽ ഞാൻ പ്രസ്താവിക്കുന്നത്. നോക്കിക്കേ, എന്താ അങ്ങനെ പറയാൻ കാരണം? പുള്ളി എന്നെ പറയുക മറ്റുള്ളവരുടെ മുമ്പിൽ. ദൈവത്തെ സേവിക്കുന്ന മുമ്പിലല്ല പറയുന്നത്. യോന പറയുന്നത്, ഇത് വന്നത് നിങ്ങൾക്ക് ഈ ബുദ്ധിമുട്ട് വന്നത് ഞാൻ കാരണം കൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യുക, എന്നെ എടുത്തിട്ട് വെള്ളത്തിലോട്ട് ഇട്ടേക്ക്. എന്തൊരു സന്തോഷത്തോടെ പറയുന്നത് അല്ലേ? എന്തൊരു സന്തോഷത്തിലാണ് പറയുന്നത്. നമുക്കറിയാം നമ്മുടെ കുഴപ്പം കൊണ്ടാണെന്ന് അറിയാം, പക്ഷെ നമ്മൾ ഒരിക്കലും അങ്ങോട്ട് സമ്മതിക്കത്തില്ല. പക്ഷെ യോന സമ്മതിച്ചു കേട്ടോ. മറ്റുള്ളവരുടെ മുമ്പിലാണെങ്കിലും
ദൈവസന്നിധിയിൽ യോനെ അങ്ങ് സമ്മതിച്ചു, എൻ്റെ പ്രശ്നം കൊണ്ടാണെന്ന്. നമ്മുടെ വിശ്വാസികൾക്കായുള്ള നമ്മുടെയൊക്കെ ഒരു പ്രശ്നം കൂടെയുണ്ട്. നമ്മുടെ പ്രശ്നം നമ്മളൊക്കെ അങ്ങ് മൂടി വയ്ക്കും. എന്നിട്ട് അത് പറഞ്ഞുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനെ ചെയ്തേ, ഇടയിൽ ഒരു സ്ക്രൂ അങ്ങ് കെട്ടി വയ്ക്കും. നമ്മുടെ ഒരു പ്രശ്നമാണ്. പക്ഷേ ഇന്ന് പകലിൽ ദൈവകരത്തിലേക്കൊന്ന് വീഴാൻ തയ്യാറാണെങ്കിൽ, ദൈവത്തിൻ്റെ കരത്തിലേക്കൊന്ന് എന്നെ വിട്ടുകൊടുക്കുവാൻ തയ്യാറാണെങ്കിൽ, ഞാൻ ഉറപ്പായും വിശ്വസിക്കുന്നു ദൈവത്തിൻ്റെ പ്രവൃത്തി, ദൈവമഹത്വം നിന്നിലൂടെ വെളിപ്പെട്ടു വന്നിരിക്കും. അവിടെ വെളിപ്പെട്ടു വന്നിരിക്കും. അവിടെ പറയുന്നു, നീ ഉറങ്ങുന്നതെന്ത്? എഴുന്നേറ്റ് നിന്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക. ഞങ്ങൾ നശിച്ചു പോകാൻ പോകുകയാ, നമ്മളെല്ലാവരും നശിക്കാൻ പോകുകയാ. പക്ഷെ നീ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കേ, നിന്റെ ദൈവത്തോടെങ്കിൽ നീ പ്രാർത്ഥിക്കേ. അവരുടെ അകത്തുണ്ടായ ആശങ്കയും അവരുടെ അകത്തുണ്ടായ ഭയവും നിരാശയും ഒക്കെ ഇനി ജീവിതം മുൻപോട്ട് പോകത്തില്ല എന്നൊക്കെ ഉള്ള ആശങ്കയുടെ അകത്തിരുന്നു കൊണ്ട് അവർ വന്ന് പ്രവാചകനായ യോനയോട്, ദൈവപുരുഷനാണെന്നൊന്നും അറിഞ്ഞിട്ടല്ല കേട്ടോ അവർ പറയുന്നത്, പിന്നീട് അവർ അറിയുന്നത് ദൈവപുരുഷനാണെന്നൊക്കെ. പക്ഷേ അവർ പറയുന്നത്, നിന്റെ ദൈവത്തോട് നീ ഒന്ന് പ്രാർത്ഥിക്കേ. ഇതുപോലെ ഒരുപറ്റം ദൈവജനം നമുക്ക് ചുറ്റുമുണ്ട് കേട്ടോ. നിന്റെ ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയുമോ? ഒരു വാക്കൊന്ന് സംസാരിക്കാൻ, കർത്താവേ എന്നെ എന്ന് ഇതിൽ നിന്ന് രക്ഷിക്കുവാൻ ആരുണ്ട് എന്ന് ചോദിച്ച് കരയുന്ന ഒരു പറ്റം ആടുകളുണ്ട്. ഒരു ശേഷിപ്പ് ഈ പട്ടണത്തിനകത്തുണ്ട്. ഞാൻ ഇന്ന് പകലിൽ പ്രവചനാത്മാവിൽ നിങ്ങളോട് വിളിച്ചു പറയുക, എന്നെയും നിങ്ങളെയും ഈ രാജ്യത്തേക്ക് കൊണ്ടുവന്നത് കേവലം ജോലി ചെയ്ത് സമ്പാദിക്കാൻ മാത്രമല്ല, ഒരു കാലഘട്ടത്തിൽ ഇവിടെ നിന്ന് സുവിശേഷത്തിൻ്റെ ആഹ്വാനമായി കേരളക്കരയിൽ വന്ന് ചവിട്ടി ദൈവവചനം അവരുടെ കംഫർട്ട് സോണുകളെയോ മാറ്റിവെച്ചിട്ട് അവർക്ക് ഇഷ്ടമല്ലാത്ത ആഹാര രീതികൾ, വസ്ത്രങ്ങൾ, താമസ സൗകര്യങ്ങൾ ഒക്കെ അനുഭവിച്ച് കേരളത്തിൽ വന്ന് സുവിശേഷം പറഞ്ഞ് ഞാനും നിങ്ങളും രക്ഷിക്കപ്പെട്ടെങ്കിൽ, അവിടെ നിന്ന് ഈ രാജ്യത്തേക്ക് എന്നെയും നിങ്ങളെ കൊണ്ടുവന്നെങ്കിൽ, അതിന്റെ ഉദ്ദേശം ഈ കൺട്രിയും ദൈവനാമം അറിയപ്പെടണം. അതിനുവേണ്ടി എന്നെ നിങ്ങളെ വിളിച്ചതെങ്കിൽ, ഇന്ന് പകൽ എന്നിലൂടെ അനുഭവിക്കുന്ന ദൈവ സാന്നിധ്യം അവരും അറിയത്തക്ക നിലവാരത്തിലേക്ക് കർത്താവേ എന്നെ ഒന്ന് ഉണർത്തണമേ. അതിൻ്റെ 12-ാമത്തെ വാക്യം, അവൻ അവരോട്, എന്നെ എടുത്ത് സമുദ്രത്തിൽ ഇട്ട് കളയുവേൻ, അപ്പോൾ സമുദ്രം അടങ്ങും. എൻ്റെ നിമിത്തം ഈ വലിയ കോൾ നിങ്ങൾക്ക് തട്ടിയിരിക്കുന്നു എന്ന്. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും വലിയ കോളും വലിയ പ്രശ്നങ്ങളും അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് പകൽ ദൈവാത്മാവിൽ നിങ്ങളോട് ദൂത് കൈമാറുന്നു. എവിടെയൊക്കെയോ ആത്മീക ഉറക്കങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എവിടെയൊക്കെയോ നാം അറിയാതെ ആത്മീക ഉറക്കങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇന്ന് പകലിൽ ആ ഉറക്കം വിട്ട് ദൈവസഭ ഉണർന്ന് എഴുന്നേൽക്കട്ടെ. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ കൂടി ചേർത്ത് വായിച്ചാട്ടെ. ജീവനുള്ളവനെന്ന് നിനക്ക് പേർ ഉണ്ട് എങ്കിലും നീ മരിച്ചവൻ ആകുന്നു. ഉണർന്നുകൊള്ളുക ശാവാറായ ശേഷിപ്പുകളെ. പേരെന്താ? ജീവനുള്ളവൻ. പേര് ജീവനുള്ളവൻ എന്നാ. പക്ഷെ ഇപ്പോൾ എന്ത് പറയുന്നത്? നീ മരിച്ചു കിടക്കുകയാ. ഒരു ആത്മീക മരണം സംഭവിച്ചുകൊണ്ടിരിക്കുക. പുറമേക്ക് നോക്കുമ്പോൾ പാട്ടുണ്ട്, പുറമേക്ക് നോക്കുമ്പോൾ കയ്യടിയുണ്ട്, പുറമേക്ക് നോക്കുമ്പോൾ അന്യഭാഷയുണ്ട്, പുറമേക്ക് നോക്കുമ്പോൾ സകല ആത്മീക പരിപാടികൾക്കും ഉണ്ട്. പക്ഷെ അകത്തളങ്ങളിൽ ശൂന്യതയാണെങ്കിൽ, അകത്തളങ്ങളിൽ ആത്മീക മനുഷ്യൻ മരിച്ചിരിക്കുകയാണെങ്കിൽ, ഇന്ന് പകൽ ദൈവാത്മാവിൽ നിന്നോട് വിളിച്ചു പറയുക, നിന്റെ പേര് ജീവൻ എന്നുള്ളവൻ എന്ന പേരാണെങ്കിലും നീ ആത്മാവിൽ മരിച്ചവനാ. ഇന്ന് പകൽ അവിടെ നിന്നൊന്ന് ഉയർത്തെഴുന്നേൽക്കുക. രക്ഷിക്കപ്പെട്ട നാളുകളിൽ, സ്നാനപ്പെട്ട നാളുകളിൽ മുൻപോട്ട് യാത്ര ചെയ്യുമ്പോൾ കർത്താവ് ഇപ്പോൾ വരും, കർത്താവ് മേഘാരൂഢനായി വരുമെന്നുള്ള കൺവെൻഷൻ പ്രസംഗങ്ങളൊക്കെ നമുക്ക് കേട്ടിട്ടുണ്ട്. പക്ഷെ കാലദൈർഘ്യം മുൻപോട്ട് പോയി, കർത്താവ് ഇതുവരെയും വന്നില്ല. ദൈർഘ്യം കൂടിയപ്പോൾ എപ്പോഴെങ്കിലും ഹൃദയത്തിൽ നിന്ന് എപ്പോഴെങ്കിലും ജീവന്റെ അംശം നഷ്ടപ്പെട്ടു പോയി എന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ഇന്ന് പകൽ കർത്താവ് നിന്നോട് പറയുക, മടങ്ങി വരവിലേക്ക് കർത്താവെ എന്നെ ഒന്ന് മടക്കി വരുത്തണമേ എന്ന് ഇന്ന് പകൽ ഇന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ? എന്തിനു വേണ്ടിയാണെന്നറിയുമോ? ഇന്ന് പകലിൽ നീ ഉണരേണ്ടത് ശാവാറായ ശേഷിപ്പുകളെ ഒന്ന് ശക്തീകരിക്കുവാൻ.
നീ ഉണർന്നു കഴിഞ്ഞാലുണ്ടല്ലോ, നീ മാത്രമല്ല വിടുതൽ പ്രാപിക്കുന്ന, ഒരു പറ്റം കൂടെയുള്ളത് ശാവാറായി കിടക്കുകയാ. നിന്നെ പോലെ ആത്മീക മരണം സംഭവിച്ച ചിലത് സഭയ്ക്കകത്തുണ്ട്. ചില ആത്മീക മരണങ്ങൾ സംഭവിച്ച നിന്റെ ചുറ്റുപാടിലുണ്ട്. ജീവനുള്ളവൻ എന്നൊക്കെ പേരെങ്കിലും അവരുടെ അകത്തളങ്ങളിൽ എവിടെയൊക്കെയോ മരണം സംഭവിച്ചിട്ടുണ്ട്. ഇന്ന് പകൽ കർത്താവിനോട് പറയണം, കർത്താവേ, ഞാനൊന്ന് ഉണർന്നെഴുന്നേൽക്കുവാൻ തയ്യാറാ, ഞാനൊന്ന് ആത്മാവിൽ ഉണർത്തപ്പെടുവാൻ തയ്യാറാ. കർത്താവേ, എന്നെ മാത്രമല്ല എൻ്റെ കൂടെ ഉള്ള ചിലതിനെ കൂടെ ഞാൻ ചാവാറായ ശേഷിപ്പ, പക്ഷേ എന്നെ ഒന്ന് ഉണർത്തി എന്നെ ഒന്ന് ശക്തീകരിക്കുമാറാകണമേ. പേര് ജീവനുള്ളവനെന്നാ, പക്ഷേ ഇപ്പൊ മരിച്ച അവസ്ഥയില്ല. ആത്മീക മരണം സംഭവിക്കാതെ ഈ ദിവസങ്ങളിൽ ആത്മാവിലൊന്ന് എരിഞ്ഞ് കത്തി ശോഭിക്കുവാൻ എത്ര പേർ ആഗ്രഹിക്കുന്നു? അങ്ങനെയുള്ള കരങ്ങളെ ഉയർത്തി ശക്തിയോടെ കർത്താവിനെ മഹത്വപ്പെടുത്തിയാണ്. നോക്കിക്കേ, ശിംശോൻ ഫെലിസ്ത്യ സ്ത്രീയുടെ ദലീലയുടെ മടിയിൽ കിടന്നുറങ്ങുകയാണ്. തൻ്റെ ശക്തി എവിടെയാണെന്ന് അവളോട് പറയുന്ന സമയം വരെയും, അവൾ മനസ്സിലാക്കുന്ന സമയം വരെയും ശത്രു വരുന്നുണ്ട് എന്ന് പറഞ്ഞ് കേട്ട മാത്രയിൽ അവൻ്റെ മേൽ ദൈവാത്മാവ് വരുമായിരുന്നു. പക്ഷേ ഉറക്കത്തിനിടയിൽ എപ്പോഴും അവൻ്റെ ശക്തി അവനിൽ നിന്ന് ചോർന്നു പോയത് അവൻ അറിയാതെ ഫിലിസ്ത്യ സ്ത്രീയായ അവൾ പറയുന്നു, ശിംശോനെ, ഇതാ ശത്രു വരുന്നു എന്ന് പറയുമ്പോൾ അവൻ ചാടി എഴുന്നേറ്റ് അവൻ സടകുടയുമ്പോൾ അവനിൽ നിന്ന് ശക്തി പോയതെന്നും അവൻ അറിഞ്ഞില്ല. കേട്ടോ, ഇന്ന് പകലിൽ കർത്താവിനോട് പറയണം, കർത്താവെ, ആത്മീക മൂല്യച്യുതി ഒറ്റ രാത്രി കൊണ്ട് സംഭവിക്കുന്നതല്ല, ഒറ്റ രാത്രി പകലുകൊണ്ട് സംഭവിക്കുന്ന ഗ്രാജുവലിയായിട്ട് കുറഞ്ഞു പോകുന്നുണ്ട്. പക്ഷേ അത് കുറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അതിനെ ഒന്ന് ആളി കത്തിക്കുവാൻ ഈ ദിവസങ്ങൾ കർത്താവ് എൻ്റെ മേലുള്ള പകർന്നിരിക്കുന്ന അഭിഷേകത്തെ ഒന്ന് ആളി കത്തിക്കുവാൻ കർത്താവ് എന്നെ ഒന്ന് ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കണം. ശിംശോന്റെ മേൽ അഭിഷേകം ഉണ്ടായിരുന്നു. അവൻ പച്ചത്താടിയിലുണ്ട്, കുന്നൊന്ന്, കുന്ന് രണ്ട്, കുന്ന് മൂന്ന് എന്നും പറഞ്ഞ് ആനാക്കിയ ഫിലിസ്ത്യരെ കുന്നുകൂട്ടിയതാ. പക്ഷെ അവന്റെ മേൽ അഭിഷേകം ചോർന്ന് മാറ്റപ്പെട്ടപ്പോൾ അവനിൽ നിന്ന് അവന്റെ അഭിഷേകം ചോർന്നു പോയതറിയാതെ അവൻ സടകുടഞ്ഞ് എഴുന്നേൽക്കാൻ നോക്കുമ്പോൾ ഫിലിസ്ത്യർ വന്ന് അവന്റെ കൈകളെ അവനെ പിടിച്ചുകൊണ്ടുപോയി അവന്റെ കണ്ണുകളെ കുത്തിപ്പൊട്ടിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ കൂത്തുകാഴ്ചയാക്കി പരസ്യ കോലമാക്കി മാറ്റുമ്പോൾ ദൈവാത്മാവിൽ ആരോടൊക്കെ ഇന്ന് പകൽ സഭയ്ക്കകത്ത് വിളിച്ചു പറയുക, നിന്നെ പരസ്യ കോലമാക്കി മറ്റുള്ളവരുടെ നിന്ദയ്ക്കും അപമാനത്തിനും ആക്കുവാനല്ല ദൈവാത്മാവിന്റെ ശക്തി നിന്റെ മേൽ പകർന്നിരിക്കുന്നത്. ദൈവാത്മാവിന്റെ ശക്തി പറഞ്ഞത് ശത്രുവിനെ ജയിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടിയാ. ശത്രുവിനെ തോൽപ്പിച്ചു കളയുവാന, ശത്രു നിന്നെ ജയിക്കുവാനല്ല നിന്റെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകം ശത്രുവിനെ ജയിക്കുവാൻ വേണ്ടിയാ. ഇന്ന് പകൽ കർത്താവിനോട് പറയണം, കർത്താവേ, അങ്ങയുടെ ആത്മാവിനെ എന്നെ ഒന്ന് ഉണർത്തി ശക്തീകരിക്കുമാറാകണം. ശത്രുവിനെ തോൽപ്പിക്കുവാനുള്ള അമിതബല എന്റെ മേലൊന്ന് പകരണമെന്ന്. ഞാൻ ഉണർന്നല്ലോ, ഇനിയിപ്പോൾ എല്ലാം ഓക്കെ ആണല്ലോ എന്നൊന്നും വിചാരിച്ച് ഇരിക്കരുത്. ആത്മീക മരണം സംഭവിച്ച ഒരു പറ്റം അപ്പുറത്തുണ്ട്. ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ്, സഭയുടെ ഉത്തരവാദിത്തമാണ്, എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണെന്ന് മനസ്സിലാക്കി ഈ ദിവസങ്ങളിൽ കർത്താവിനോട് പറയണം, കർത്താവേ, എന്നെ ശക്തീകരിച്ചതുപോലെ തന്നെ മറ്റുള്ളവരെയും ശക്തീകരിക്കുവാനൊരു അഭിഷേകം എൻ്റെ മേലൊന്ന് പകരണം എന്ന് കർത്താവിനൊന്ന് പ്രാർത്ഥിക്കാം. വളരെ വേഗത്തിൽ മുമ്പോട്ട് പോകട്ടെ. ലൂക്കോസിൻ്റെ സുവിശേഷം 22-46 വാക്യം ഞാൻ പറഞ്ഞു പോകുകയാണ്. പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുവിൻ. അവിടെ പറയുക, നിങ്ങൾ ഉറങ്ങുന്നതെന്ത്? പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുവിൻ. എന്തിനു വേണ്ടി എഴുന്നേൽക്കണം? ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കണം. പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്ന് എഴുന്നേൽക്കുവിൻ. ലൂക്കോസിൻ്റെ സുവിശേഷം 9-32 വാക്യം കൂടെ വായിച്ച് ഞാൻ നിർത്തുവാൻ ആഗ്രഹിക്കുക. ലൂക്കോസിൻ്റെ സുവിശേഷം 9-32 വാക്യം. പത്രോസും കൂടെയുള്ളവരും ഉറക്കത്താൽ ഭാരപ്പെട്ടിരുന്നു. ഉണർന്ന ശേഷം അവൻ്റെ തേജസ്സിനെയും അവനോട് കൂടെ നിൽക്കുന്ന 2 പുരുഷന്മാരെയും കണ്ടു. എന്തിനു വേണ്ടി ഉണരണം? ഉറക്കത്തിൽ നിന്ന് ഉണർന്നാലേ ദൈവിക തേജസ് നിനക്ക് കാണുവാൻ കഴിയത്തുള്ളൂ. ഒരിക്കൽ കൂടെ പറയുവാൻ കഴിയുന്നു, ഉറക്കത്തിൽ നിന്ന് നിനക്ക് എഴുന്നേറ്റെങ്കിലേ, ഉറക്കത്തിൽ നിന്ന് നീ വിട്ടു മാറിയെങ്കിലേ ദൈവിക തേജസ് ഇറങ്ങി നിൽക്കുന്നത് നിനക്ക് കാണുവാൻ കഴിയത്തുള്ളൂ. ഇന്ന് പകലിൽ കർത്താവിനോട് പറയണം, കർത്താവേ, ആത്മീക ഉറക്കത്തിനകത്ത് ഞാൻ നിൽക്കുകയാണ്. കഴിഞ്ഞ ഇന്നലകളിൽ പലരും പറയുന്ന പദം കേട്ടിട്ടുണ്ട്, പാസ്റ്ററെ, ഞാൻ പണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് വ്യക്തമായി ഇന്ന് നടക്കാൻ പോകുന്ന എൻ്റെ ജീവിതത്തിനകത്ത് ഞാൻ കാണുമായിരുന്നു. ഇന്നലകളിൽ സംഭവിച്ച നാളെ നടക്കാനിരിക്കുന്നത് എനിക്ക് വ്യക്തമായി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ കാണാൻ കഴിയുമായിരുന്നു. പക്ഷെ ഇന്നോ ആത്മീക മരണം സംഭവിച്ചുകൊണ്ടിരിക്കുക ഒരു മടങ്ങി വരവിലേക്ക്.
യേശുവിൻ്റെ നാമത്തിൽ. അതിൻ്റെ 28-ാമത്തെ വാക്യം തൊട്ട് വായിക്കണം. അവൻ പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെയും കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കുവാൻ മലയിൽ കയറിപ്പോയി. എന്തിനു വേണ്ടി കയറിപ്പോയതാ? പ്രാർത്ഥിക്കാൻ. ആരോടുകൂടിയാ പോയേ? കർത്താവിൻ്റെ കൂടെയാ, യേശുവിൻ്റെ കൂടെയാ പ്രാർത്ഥിക്കുവാനാ. യേശു ആരാ വിളിച്ചോണ്ട് പോയേ? യേശുവാ വിളിച്ചോണ്ട് പോയത്. 3 ശിഷ്യന്മാര് തൻ്റെ കൂടെ നടക്കുന്ന, തൻ്റെ ഹൃദയം അറിയുന്ന, തൻ്റെ ഹൃദയത്തിൻ്റെ എല്ലാ നൊമ്പരങ്ങളും വേദനകളും സന്തോഷങ്ങളും വ്യക്തമായി മനസ്സിലാക്കുന്ന, ദൈവത്തിന് പ്രിയമുള്ള 3 എണ്ണത്തെ മലയിൽ പ്രാർത്ഥിക്കാൻ കൊണ്ടുപോയിരിക്കുന്നത്. പ്രാർത്ഥിക്കാൻ കൊണ്ടുപോയത് യേശുവാണെങ്കിലും, പ്രാർത്ഥിക്കാൻ വിളിച്ചു കൊണ്ടുപോയത് കർത്താവാണെങ്കിലും, പ്രാർത്ഥിക്കാനാ പോയതെന്നുള്ള ഉത്തമ ബോധ്യമുണ്ടെങ്കിലും യേശു മാത്രം പ്രാർത്ഥിക്കുന്നു, ബാക്കിയുള്ളവർ പറഞ്ഞേ ഉറക്കത്താൽ കൂർക്കം വരും. എൻ്റെ ഭാഷ പറഞ്ഞ ചുരുണ്ട് കൂടി നല്ല അടിപൊളിയായിട്ട് കിടന്ന് ഡൂറോഫ്ലെക്സ് മെത്തയ്ക്കകത്ത് കിടന്നേക്കാളും സുഖത്തിലാണ് കിടന്നുറങ്ങുന്നത്. ഇത്രയും നന്നായിട്ട് ഉറങ്ങിയ ദിവസം അവരുടെ ലൈഫിന് അത് കിട്ടി കാണത്തില്ല. പ്രാർത്ഥിക്കാനായിട്ടൊന്ന് വിചാരിച്ച് ബൈബിൾ എടുത്തു വെച്ച് ഒരു വാക്ക് പ്രാർത്ഥിക്കുമ്പോഴും എവിടെ നിന്നോ കാറ്റടിച്ചു വരുന്ന പോലെ കൊട്ടുവാ വരും, എവിടെ നിന്നെങ്കിലും ഫോൺ വരും, പിന്നെ എന്തൊക്കെയോ ചിന്തിക്കും. 1 മണിക്കൂറാണ് പ്രാർത്ഥിക്കാനിരുന്നത്, ഒരു ദിവസമായാലും പ്രാർത്ഥന. പറഞ്ഞേ, എൻ്റെ കാര്യമാണ് പറഞ്ഞത്, നിങ്ങളുടെ കാര്യമല്ല. നിങ്ങൾ എൻ്റെ മുഖത്തോട്ട് നോക്കിയിരുന്നു, കുഴപ്പമില്ല. എൻ്റെ കാര്യമാണ് പറഞ്ഞത്. ശരിയാണോ? അതല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പൊന്നു പാസ്റ്റർ, ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന പിന്നെ ഇവിടെ അങ്ങോട്ട് കൊളുത്തിപ്പിടിക്കുന്ന പോലെ വേദന, പിന്നെ എവിടെയെങ്കിലും ഒക്കെ അങ്ങോട്ട് കിടന്നാൽ മതി, അപ്പത്തേന് കാലിന് മസിൽ കയറിയിട്ട് വേദന. പിന്നെ പ്രാർത്ഥിക്കണം എന്ന് വിചാരിച്ച എഴുന്നേറ്റിരിക്കുമ്പോൾ നടുവിന് അങ്ങ് ഉളുക്ക പാസ്റ്ററെ. ആരാണ്ടൊക്കെ ചിരിക്കുന്നത് എങ്ങനെ അറിഞ്ഞെന്ന്. പക്ഷെ ഇതിനിടയിലും പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തുന്ന ഒരു പറ്റം ദൈവമക്കളുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇടയിലും പ്രാർത്ഥിക്കുന്ന ഒരു പറ്റം ദൈവമക്കളുണ്ട്. ഞങ്ങളുടെ നാട്ടിലായിരിക്കുന്ന ഒരു മാതാവിനെ എനിക്കറിയാം. കഴിഞ്ഞ 2-3 ആഴ്ചയ്ക്ക് മുമ്പാന്ന് തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണ്, 105-ാമത്തെ വയസ്സിലോട്ട് ആ അമ്മച്ചി പ്രവേശിച്ചു. കൊച്ചുമോൾ ഇപ്പോഴും വടി കുത്തി നടക്കണേ. അമ്മച്ചിക്ക് ബൈബിൾ വായിക്കുക കണ്ണട പോലും വേണ്ട. അമ്മച്ചിയുടെ മോളുടെ മോള് വടി കുത്തിപ്പിടിച്ചാണ് നടക്കുന്നത്. പക്ഷെ അമ്മച്ചിക്ക് 105 വയസ്സുള്ള അമ്മച്ചിക്ക് കണ്ണട പോലും വേണ്ട ബൈബിൾ വായിക്കാൻ. അമ്മച്ചിയുടെ വായിൽ നിന്നിരുന്ന വാക്കുകളുണ്ടല്ലോ, ഇടിവിട്ടി മഴ പെയ്യുന്ന പോലെയുള്ള വാക്കുകളാണ് വചനത്തിൽ നിന്ന് വരുന്നത്. പക്ഷെ കൊച്ചുമോളോട് സംസാരിക്കാൻ പോയാൽ ഉള്ള ആത്മീയവും കൂടെ പോയി ചോർന്ന് കിട്ടും. പാസ്റ്ററെ, ഇവിടെ വേദന, അവിടെ പ്രശ്നമാണ്, എല്ലാം പ്രശ്നമാണ്. പക്ഷെ 105 വയസ്സുള്ള ചാവാൻ കുഴിയിലോട്ട് കാല് നീട്ടിയിരിക്കുന്ന അമ്മച്ചിക്ക് ഭയങ്കര പ്രത്യാശയാണ്, എനിക്കൊരു പ്രശ്നമില്ലട. മറ്റൊരു കാര്യം കൂടെ പറയാം, അത് പെട്ടെന്ന് ഓർമ്മ വന്നപ്പോഴാണ്. അമ്മച്ചിയുടെ യൂട്രസ് ഇറങ്ങി വന്നിട്ട് ഇന്ന് വരെ ഓപ്പറേഷൻ ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ട്. തുണി വലിച്ചു കെട്ടിയേച്ച് ഇന്നും ജീവനോടെ ഉണ്ട്. കർത്താവിന് അങ്ങനെ ആഗ്രഹമെങ്കിൽ അങ്ങനെ ഇരുന്നോട്ടെ, എനിക്കൊരു ബുദ്ധിമുട്ട്. നിങ്ങൾക്ക് എന്നാ ബുദ്ധിമുട്ടെന്ന് മക്കളോട് ചോദിക്കുന്നു, കൊച്ചുമക്കളോട്. ഡോക്ടേഴ്സും നേഴ്സുമാരുള്ള ഫാമിലിയാണേ, അല്ലാത്ത ഫാമിലിയൊന്നും അല്ല. അമ്മച്ചി ഒറ്റ പ്രാവശ്യം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുള്ളൂ. കോവിഡ് വന്നപ്പം ചത്തു പോകുന്നത് നിനക്ക് എന്നാ ബുദ്ധിമുട്ടെന്ന് ചോദിച്ചു. അതോടെ തിരിച്ച് വീട്ടിൽ കൊണ്ട് നിർത്തി. ഇന്നും 105 വയസ്സുണ്ട്. ചിലരോട് സംസാരിക്കാൻ പോയാൽ തന്നെ ഉള്ള ഗ്യാസും കൂടെ പോയി കിട്ടും. അങ്ങനെയുള്ളവരോട് ഞാൻ പറയുകയാണെങ്കിൽ കൂടുതൽ വലിയ പറഞ്ഞ കാര്യത്തിലേക്കൊന്നും പോകണ്ട. സുഖമാണോ? ആണ്. എന്നിട്ട് ജീവനുള്ള ഒരുത്തിനെ കൂടെ ചേർത്തങ്ങ് പിടിക്കണം. എന്നിട്ട് അവരോടൊപ്പം ചേർന്നിട്ട് അതിനെയും കൂടെ കത്തിക്കണം. ചലിക്കാത്ത ഒന്നിൻ്റെ കൂടെ കൂട്ടുകൂടരുത്. ചലിക്കുന്ന ഒന്നിൻ്റെ കൂടെ കൂട്ടുകൂടിയിട്ട് ആ ചലിക്കാത്തതിൻ്റെ അടുത്തോട്ട് ചെന്നിട്ട് അതിനെയും കൂടെ ആളിക്കത്തിക്കണം. ഈ ദിവസങ്ങളിൽ അതിനാ ദൈവസഭ ഈ ദിവസങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെടേണ്ടത്, അതിനുവേണ്ടി ഉണരേണ്ടത്. ഇവിടെ നോക്കിക്കേ, തൻ്റെ കൂടെ യേശുവിൻ്റെ കൂടെ നെഞ്ചോട് ചേർന്ന് നിൽക്കുന്ന, കൂടെ നടക്കുന്ന 3 എണ്ണത്തിനെയും കൂട്ടി മലയിൽ പ്രാർത്ഥിക്കുവാനായിട്ട് കയറിപ്പോയിക്കുക. പ്രാർത്ഥിക്കുവാനായിട്ട് കയറിയേക്കുക.
പക്ഷെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഇരിക്കുന്ന കർത്താവ് ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ കൂടെയുള്ള 3 ഇരുന്ന് ഉറങ്ങുകയാണ്. പക്ഷെ കർത്താവ് ആ ഉറങ്ങുന്നതിനെ കണ്ടുകൊണ്ട് അവർ കിടന്ന് ഉറങ്ങുകയല്ലേ, ക്ഷീണമല്ലേ, എനിക്കും ക്ഷീണമുണ്ടല്ലോ, എന്നാൽ ഞാൻ കിടന്ന് ഉറങ്ങാം എന്നൊന്നും ചിന്തിച്ചില്ല. കർത്താവിൻ്റെ പ്രാർത്ഥന അവൻ കണ്ടിന്യൂ ചെയ്തു. ഇവിടെ നിന്നുകൊണ്ട് ദൈവാത്മാവിൽ ദൂത് നിങ്ങളോട് കൈമാറുകയാണ്. കൂടെ ദൈവസഭ പ്രാർത്ഥിക്കാനില്ലെങ്കിലും, നിങ്ങളുടെ അഭിഷിക്തൻ പ്രാർത്ഥിക്കാനില്ലെങ്കിലും, കൂടെ വിശ്വാസികൾ പ്രാർത്ഥിക്കാനില്ലെങ്കിലും, കൈത്താങ്ങൽ നൽകാൻ മാതാപിതാക്കളില്ലെങ്കിലും, ആരും ഇല്ലെങ്കിലും, നിന്റെ പ്രാർത്ഥന ഈ ദിവസങ്ങളിൽ സ്വർഗത്തോളം എത്തട്ടെ. നീ അത് കണ്ട് ഭാരപ്പെടും. നിനക്കെതിരെ വിരോധമായി നിൽക്കുന്ന പ്രശ്നങ്ങളെ നോക്കി നീ ഭാരപ്പെടരുത്. ആ പ്രശ്നങ്ങളെ നോക്കി നീ തളർന്നു പോകരുത്. നിന്റെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരരുത്. ഈ ദിവസങ്ങളിൽ കർത്താവ് യേശുവിനോട് കൂടെ ഇരിക്കുന്നവൻ ഉറങ്ങിയിട്ടും, യേശുവിനോട് കൂടെ പ്രാർത്ഥിക്കുവാൻ കയറിയ ശിഷ്യന്മാർ ഇരുന്ന് ഉറങ്ങിയിട്ടും കർത്താവിന്റെ പ്രാർത്ഥനയ്ക്ക് ഭംഗം വന്നില്ല. അവൻ ഉണർന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവന്റെ മേൽ ദൈവിക തേജസ് ഇറങ്ങിയെങ്കിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുക, നിന്റെ പ്രാർത്ഥന മുറിക്കകത്ത് നീ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇറങ്ങി ദൈവ തേജസ്സിനെ നീ നിറയപ്പെടുവാനിടയാകട്ടെ. നമ്മുടെയൊക്കെ ഒരു പ്രശ്നമുണ്ട്, 3 ഉറങ്ങിയ, പിന്നെ അതിന്റെ കൂട്ടത്തിൽ പാസ്റ്ററും കൂടെ പ്രാർത്ഥനയ്ക്ക് ഇരുന്ന് ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ, ഓ പാസ്റ്ററും ഉറക്കുക, പിന്നെ എന്നാത്തിനാ പറഞ്ഞേ, പിന്നെ എന്തിനാ അവിടെ പോകുന്നേ? നമുക്കൊരു മാറ്റം സംഭവിക്കണം. കൂടെ പ്രാർത്ഥിക്കാൻ ആളുണ്ടെങ്കിലും ഇല്ലെങ്കിലും, കൂടെ കൈത്താങ്ങൽ നൽകാൻ ആളുണ്ടെങ്കിലും ഇല്ലെങ്കിലും, കൂടെ നിന്ന് പ്രസംഗിക്കാൻ ആളില്ലെങ്കിലും, കൂടെ നിന്ന് ആരാധിക്കാൻ ആളില്ലെങ്കിലും, കൂടെ കൈത്താങ്ങൽ നൽകാൻ സഭയില്ലെങ്കിലും, സഭയിലെ പാസ്റ്റർ ഇല്ലെങ്കിലും, ദൈവം എന്നോട് സംസാരിക്കും. എനിക്ക് ദൈവത്തിൻ്റെ മുഖത്തോട്ട് നോക്കുവാനാണ് കർത്താവ് എന്നെ വിളിച്ചത്. ഒരു സഭയോ ഒരു പ്രസ്ഥാനമോ ഒരു വ്യക്തിയോ അല്ല എന്നെ തിരഞ്ഞെടുത്തത്. എന്നെ തിരഞ്ഞെടുത്തത് എൻ്റെ കർത്താവ്. ആ തേജസ് ഞാൻ കാണുമെന്ന് പ്രത്യാശയുള്ള ദൈവമുഖ മക്കൾ അവരുടെ കരങ്ങളെ ഉയർത്തി കർത്താവിനോട് നന്ദി പറഞ്ഞാട്ടെ. നോക്കിക്കേ, ഏലിയാവ് എന്നൊരു ഭക്തൻ കർമ്മേലിന്റെ മുകളിൽ ഒറ്റയ്ക്ക് നിൽക്കുകയാണ്. കർമ്മേലിന്റെ മുകളിൽ ഒറ്റയ്ക്ക, കൂടെ നിന്ന് പാട്ടുപാടാൻ, സപ്പോർട്ട് ചെയ്യുവാൻ, യാഗമൃഗത്തെ ഒരുക്കുവാൻ, യാഗവിടത്തിൽ തീക്ക് വേണ്ടി ഇറങ്ങി പ്രാർത്ഥിക്കുവാൻ. ഏലിയാവ് അവിടെ നിന്ന് പ്രാർത്ഥിക്കുവാണല്ലോ, അവിടെ നിന്ന് അവന് കൈത്താങ്ങൽ നൽകണം, അവിടെ ഒരു ജീവിക്കുന്ന ദൈവമുണ്ടല്ലോ എന്ന് അവനിലൂടെ വെളിപ്പെടണമെന്ന് പ്രാർത്ഥിക്കുവാൻ, ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ, മധ്യസ്ഥത പറയുവാൻ ഒറ്റ സഭയില്ല, ഒറ്റ കുഞ്ഞില്ല. ഏലിയാവ് മാത്രം ശേഷിക്കുമ്പോൾ ഇസ്രായേൽ പട്ടണം മുഴുവൻ കർമ്മേലിന്റെ മുകളിൽ ഒറ്റയ്ക്ക് നിന്ന് ആ ഭക്തന് വേണ്ടി കർത്താവിന്റെ ദൂതൻ ഇറങ്ങി അവൻ അർപ്പിച്ച യാഗപീഠത്തിന് മേൽ തീയും മണ്ണും വെന്തു പോകത്തക്ക നിലവാരത്തിൽ അവന്റെ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി അതിനെ കത്തിച്ചെങ്കിൽ, ഇന്ന് പകൽ ദൈവാത്മാവിൽ നിങ്ങളോട് വിളിച്ചു പറയുക, ആരും മാറിയാലോ, ആരൊക്കെ മാറ്റിപ്പോയാലോ, ആരൊക്കെ ഇല്ല എന്ന് പറഞ്ഞാലോ, നിന്റെ പ്രാർത്ഥന മുറിക്കകത്ത് നീ ഒറ്റയ്ക്കായിക്കോട്ടെ, നീ പ്രാർത്ഥിക്കുവാൻ തയ്യാറാണെങ്കിൽ നിനക്ക് വേണ്ടി സ്വർഗം ഇറങ്ങി വന്ന് നിന്റെ വിഷയത്തിന്മേൽ തീ ഇറക്കി നിനക്ക് മറുപടി നൽകുവാൻ കർത്താവ് ഉണ്ടെന്ന് ഇന്ന് പകൽ ദൈവാത്മാവിൽ വിളിച്ചു പറയുക. ഒരു അഭിപ്രായം പറഞ്ഞു തരുവാൻ, ഇങ്ങനെ ചെയ്താൽ അത് സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു തരുവാൻ പോലും ഒരു ബുദ്ധി ഉപദേശത്തിന് പോലും ഒരു മനുഷ്യനില്ലാതിരിക്കുമ്പോൾ ഏലിയാവ് എന്ന ഭക്തൻ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ദൈവത്തെ ഉയർത്തുവാൻ കർമ്മേലിന്റെ മുകളിൽ നിൽക്കുകയാണ്. അവിടെ പറയുന്ന ഒരു പദം എന്നെ എപ്പോഴും ചിന്തിപ്പിക്കുന്നതാ. എന്നോട് തന്നെ ഞാൻ ചോദിക്കുന്ന ഒരു പദമാ. ഒരു സമൂഹം മുഴുവൻ അവനെതിരെ നിൽക്കുമ്പോൾ ഒരു ഭയവും കൂടാതെ അങ്ങോട്ട് ഇറങ്ങിച്ച് ജനത്തിന്റെ മധ്യത്തിലോട്ട് ഇറങ്ങി ചെന്നിട്ട് അവരോട് പറയുക, അല്ലെങ്കിൽ നീ അവരോട് സേവിക്ക്, ദൈവം ജീവനുള്ള ദൈവമാണ് ഞാൻ സേവിക്കുന്നെങ്കിൽ എന്നോട് കൂടെ ചേർന്ന് നിൽക്കുക, ആ ദൈവത്തോട് കൂടെ ചേർന്ന് നിൽക്കുക. ഇന്ന് പകൽ ആർക്കെങ്കിലും പറയാൻ കഴിയുന്നുണ്ടോ, ഞാൻ ജീവനുള്ള ദൈവത്തെ സേവിക്കുന്നത്, എന്നോട് കൂടെ വരുവാൻ കഴിയുന്നുണ്ടോ? ഒരു സമൂഹം മുഴുവൻ നോക്കി നിൽക്കുമ്പോൾ അവരോട് പറയുകയാ,
ജീവിക്കുന്ന ദൈവമാണെങ്കിൽ അതിനെ നിങ്ങൾ സേവിക്കുക. ഇരുതോണിയിൽ കാലുവയ്ക്കാതെ ഇന്ന് പകലിൽ കർത്താവ് ആരോടൊക്കെ ദൂത് പറയുക, ഇരുതോണിയിൽ നിങ്ങൾ കാലുവയ്ക്കരുത്. ഒന്നെങ്കിൽ ദൈവത്തെ നിങ്ങൾ സേവിക്കുക, അല്ലെങ്കിൽ ലോകത്തിൻ്റെ പിന്നാലെ പോകുക. ദൈവത്തിൻ്റെ പിന്നാലെ നീ പോകുവാൻ തയ്യാറാണെങ്കിൽ ഇന്ന് പകലിൽ നിന്നെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് ദൈവിക വാഗ്ദത്തങ്ങൾ നിന്റെ മേൽ ചൊരിയപ്പെടുവാൻ വിശ്വസ്തനായ ഒരുവനാ നിന്നോട് കൂടെയുള്ളത്. അന്ത്യത്തോളം അവൻ ചിറകടിയിൽ, അവൻ കാത്തിടും ധാരയിൽ, ആഴിയിലും ഊഴിയിലും നിർമ്മിച്ച നാഥൻ നിന്നോട് അഭയമായി ഉണ്ടെങ്കിൽ ഇന്ന് പകൽ ഭയം എന്തിന്? യേശു അവരെ വിളിച്ചുകൊണ്ടുപോയത് സത്യമായിട്ടും കർത്താവിൻ്റെ പ്രാണവേദന ഏറ്റിട്ട അല്ലേ? എന്നോട് കൂടെ ഞാൻ എടുക്കുന്ന പെയിൻ എൻ്റെ കൂടെ എടുത്ത് എൻ്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുമെന്നുള്ളൊരു ബോധ്യം ഉള്ളത് കൊണ്ടായിരിക്കും വിളിച്ചുകൊണ്ട് പോയത്. ശരിയാണോ? കർത്താവിനൊരു ബോധ്യം ഉണ്ടായിരുന്നു. എന്ത്? യോമാർ എൻ്റെ കൂടെ വന്ന എൻ്റെ ആ പെയിൻ ഏറ്റെടുത്ത് ആ വിഷയത്തിന് വേണ്ടി എൻ്റെ കൂടെ ഇരുന്ന് മറുപടി ലഭിക്കുന്നത് വരെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുമെന്നുള്ളൊരു ഉത്തമ ബോധ്യം കർത്താവിന് ഉണ്ടായിരുന്നിരിക്കാം. അങ്ങനെയൊന്നും അവിടെ പറഞ്ഞിട്ടില്ല, എങ്കിലും ഞാൻ അങ്ങ് പറയുകയാണ്, ഉണ്ടായിരിക്കാം. പക്ഷേ മലയിൽ കയറി പ്രാർത്ഥനയുടെ ആരംഭത്തിലെങ്കിലൊക്കെ ഭയങ്കര ശുഷ്കാന്തിയായിരുന്നു. ചിലപ്പോൾ ചെന്നപാടെയൊന്നും കിടന്ന് ഉറങ്ങിപ്പോകാൻ സാധ്യതയില്ലായിരിക്കാം, ഉണർന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ പ്രാർത്ഥനയുടെ ദൈർഘ്യം കൂടിയപ്പോൾ, പ്രാർത്ഥനയ്ക്ക് മറുപടിയുടെ ദൈർഘ്യം ലഭിക്കാതെ അതിൻ്റെ ദൈർഘ്യം കൂടിയപ്പോൾ, ഒരിക്കൽ കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥനയുടെ മറുപടി ലഭിക്കുവാൻ അതിൻ്റെ ദൈർഘ്യം കൂടിയപ്പോൾ എവിടെയൊക്കെയോ നിരാശ കടന്നുണ്ടായിരിക്കാം, എവിടെയൊക്കെയോ ഭാരങ്ങൾ ഹൃദയത്തിനകത്ത് കയറിയിരിക്കാം. പതുക്കെ അത് ഉറക്കത്തിലേക്ക് വഴുതി വീണു. ഇന്ന് പകലിൽ ആരോടൊക്കെയോ പിന്നെയും ദൈവാത്മാവിൽ പറയുകയാണ്, പ്രാർത്ഥന മുറിക്കകത്ത് പ്രത്യേക വിഷയത്തിന് വേണ്ടി പ്രാർത്ഥനയോടെ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥനയുടെ ദൈർഘ്യം കൂടിയപ്പോൾ, മറുപടി ലഭിക്കുവാൻ അതിൻ്റെ ദൈർഘ്യം കൂടിയപ്പോൾ ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്നുണ്ടെങ്കിൽ ഇന്ന് പകലിൽ വിളിച്ചു പറയണം, കർത്താവേ, അവിടെ നിന്ന് എനിക്കൊരു ഉണരണം, അവിടെ എനിക്ക് കിടക്കുവാൻ കഴിയത്തില്ല, എന്നെ അവിടെ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കണം അങ്ങയുടെ ആത്മാവിനാൽ. എന്തിനാണെന്നറിയാമോ? ദൈവിക തേജസ് എനിക്കൊന്ന് കാണണം. പ്രാർത്ഥിക്കാനാ വന്നത്, ഇപ്പൊ കിടന്ന് ഉറങ്ങിപ്പോയി. ആയിക്കോട്ടെ, ഉറങ്ങി ഒന്നും അറിഞ്ഞില്ല. ശിംശോനെ പോലെ ഒന്നും അറിഞ്ഞില്ല, ഒന്നും അറിയാതെ ഉറങ്ങുകയാണ്. പക്ഷേ ഉണർന്ന ശേഷം അവിടെ പറയുന്നു, വായിച്ചേ, ഉണർന്ന ശേഷം അവൻ്റെ തേജസ്സിനെയും അവനോട് കൂടെ നിൽക്കുന്ന 2 പുരുഷന്മാരെയും കണ്ടു. ഞാനതിനിങ്ങനെ ഞാൻ പറയാൻ ആഗ്രഹിക്കുക, ഉറക്കത്തിൽ നിന്ന് എപ്പോഴോ പ്രാർത്ഥിക്കുവാനാണ് വിളിച്ചത്. പക്ഷേ എപ്പോഴോ പ്രാർത്ഥനയുടെ ഇടയിൽ ദൈർഘ്യം കൂടിയപ്പോൾ ഉറങ്ങിപ്പോയി. പക്ഷേ എപ്പോഴോ ഉറക്കത്തിൽ നിന്ന് ആരോ തട്ടി ഉണർത്തുന്നത് പോലെ അവരെ ഉണർത്തി കഴിഞ്ഞ് പ്രാർത്ഥിക്കാൻ വീണ്ടും ഇരുന്നപ്പോൾ ദൈവിക തേജസ് അവർ കാണുവാൻ ഇടയായിത്തീർന്നു. ദൈവിക വിടുതലുകൾ അവർ കാണുവാൻ ഇടയായിത്തീർന്നു. ഇന്ന് പകലിൽ എപ്പോഴോ പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ ഉറക്കത്തിൻ്റെ അലസതകൾ വരുന്നുണ്ടെങ്കിൽ, എപ്പോഴൊക്കെയോ ഉറക്കം നിൻ്റെ ജീവിതത്തിനകത്ത് കടന്നു വരുന്നുണ്ടെങ്കിൽ, എപ്പോഴൊക്കെയോ പ്രാർത്ഥിക്കുവാൻ കഴിയാത്ത നിലവാരത്തിൽ ഉറക്കത്തിലേക്ക് വഴുതി പോകുന്നുണ്ടെങ്കിൽ, പ്രാർത്ഥിക്കുവാൻ കഴിയാത്ത നിലവാരത്തിൽ ജീവിതത്തിനകത്ത് പ്രതിസന്ധികൾ വരുന്നുണ്ടെങ്കിൽ, ഇന്ന് പകൽ അവിടെ നിന്ന് ഉയർത്തെഴുന്നേറ്റ് നീ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുവാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് പകൽ വ്യക്തമായി ദൈവവചനത്തിലൂടെ വിളിച്ചു പറയുക, നിന്റെ ദൈവത്തിന്റെ തേജസ്സിനെ നിനക്ക് കാണുവാൻ കഴിയണമെങ്കിൽ ഇന്ന് പകൽ ഉറക്കത്തിൽ നിന്ന് നീ എഴുന്നേൽക്കുക. ദൈവിക തേജസ് നീ കാണുന്നതോ? ഉറക്കത്തിൽ നിന്ന് നീ എഴുന്നേറ്റ മതിയാകൂ. നിന്റെ പ്രാർത്ഥന മുറിക്കകത്ത് നീ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ മതിയാകൂ. എല്ലാ കണ്ണുകളും അടച്ച് ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ച് ഇന്ന് പകൽ, കർത്താവേ, ഞങ്ങളുടെ ജീവിത യാത്രയിൽ എവിടെയൊക്കെയോ ഞങ്ങൾ ഉറക്കത്തിലേക്ക് പോകുകയാ, എവിടെയൊക്കെയോ നിദ്രയിലേക്ക് ഞങ്ങൾ കടക്കുകയാ, ആത്മീക മൂല്യച്യുതികളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക, എവിടെയൊക്കെയോ ഞങ്ങൾക്ക് ആത്മീക മരണങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുക. കർത്താവേ, ഇന്ന് പകൽ പ്രാർത്ഥിക്കുവാൻ കഴിയാത്ത നിലവാരത്തിൽ ഞങ്ങളുടെ ജീവിതത്തിനൊക്കെ ഉറക്കം വന്നുകൊണ്ടിരിക്കുക. ഇന്ന് പകൽ ദൈവാത്മാവിൽ വിളിച്ചു പറയുക, അവിടെ നിന്ന് നീ ഉണർന്നെഴുന്നേൽക്കുക, ദൈവിക തേജസ് നീ അനുഭവിച്ചറിയട്ടെ.
നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം. ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിലായിരിക്കാൻ അങ്ങുന്ന അവസരത്തിനായി സ്തോത്രം. കർത്താവെ, കേൾപ്പിക്കപ്പെട്ട ദൈവിക ദൂതിൻ്റെ മുമ്പൊക്കെ ഞങ്ങൾ സമർപ്പിക്കുക. കർത്താവെ, ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുവാൻ, ഉണർന്നിരിപ്പാൻ, കർത്താവെ, പ്രതിയോഗിയെ പിശാച് അടർന്ന സിംഹം എന്ന പോലെ ഞങ്ങളെ പിടിക്കുവാൻ കടന്നു വരുമ്പോൾ അതിനെതിരെ കർത്താവെ ആത്മാവിൽ പോരാടി പ്രാർത്ഥിക്കുവാൻ, ആത്മാവിൽ പോരാടുവാൻ, അതിന്മേൽ ജയമെടുപ്പാനുള്ള കൃപ ഞങ്ങളുടെ മേൽ പകരണം, അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുക. കർത്താവെ, മരിച്ചവനെന്ന് ജീവനുള്ളവനെന്ന പേര്, പക്ഷെ മരിച്ച അവസ്ഥയിലാകുവാനല്ല ദൈവം ഞങ്ങളെ വിളിച്ചത്. കർത്താവെ, ജീവനുള്ളവനായി നിൽക്കുവാൻ, കർത്താവെ, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുവാൻ ഞങ്ങൾ ഒരുക്കിയായിട്ട് അനുഗ്രഹിച്ചാട്ടെ. കർത്താവിൻ്റെ കൃപയെ ഞങ്ങളെ മറക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.